നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഒന്ന് പോലീസ് ആകണമെങ്കിൽ എന്തൊക്കെ ചടങ്ങുകളാണ്? PSC എഴുതണം, ഫിറ്റ്നസ് ടെസ്റ്റ്. എന്നാൽ ഇതൊന്നും വേണ്ട, ചുമ്മാ അങ്ങ് പോലീസ് ആകാം. കാരണം പരീക്ഷ എഴുതാത്തവരും ഫിറ്റ്നസ് ടെസ്റ്റിൽ പങ്കെടുക്കാത്തവരും PSCയുടെ ഷോർട്ട് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. മുൻപ് കൊറോണ കാലത്ത് പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾ SSLCയിൽ ഫുൾ A+ നേടി ജയിച്ചില്ലേ? അതുപോലെ തന്നെ 2-3 തവണ സൂക്ഷ്മ പരിശോധന നടത്തിയ ശേഷമായിരിക്കണം PSC പട്ടിക പുറത്തിറക്കേണ്ടത്. എന്നിട്ടും അറ്റൻഡൻസ് പോലും ഇല്ലാത്തവർക്ക് നേരിട്ട് ഇന്റർവ്യൂവിലേക്കുള്ള ക്ഷണം ലഭിച്ചത് എങ്ങനെയാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. സംഭവം വേറെയൊന്നുമല്ല, പോലീസ് SI നിയമനത്തിലുള്ള ഷോർട്ട് ലിസ്റ്റ് വിവാദത്തിലായിരിക്കുകയാണ്. കായികക്ഷമത പരീക്ഷയിൽ പങ്കെടുക്കാത്തവരെയും തോറ്റവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് PSCയുടെ ഷോർട്ട് ലിസ്റ്റ് പുറത്തു വന്നു. ഫെബ്രുവരി 26, 27 തീയതികൾ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉദ്യോഗാർത്ഥികൾ തന്നെ പിഴവും കണ്ടെത്തി. ഇതിന് പിന്നാലെ 27-ന് ലിസ്റ്റ് പിൻവലിച്ചു. സബ് ഇൻസ്പെക്ടർ, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ എന്നിങ്ങനെയുള്ള 5 വിഭാഗങ്ങളിലേക്കായിരുന്നു നിയമനത്തിലുള്ള പ്രിലിമിനറി, മെയിൻ എഴുത്തു പരീക്ഷകൾ ഉണ്ടായിരുന്നത്. ജയിച്ചവർക്കായിട്ടായിരുന്നു കായികക്ഷമത പരീക്ഷ നടത്തിയത്. തുടർന്ന് പ്രസിദ്ധീകരിച്ച ഷോർട്ട് ലിസ്റ്റിലാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ഷോർട്ട് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടത്തിയാണ് നിയമനം നടത്തുക. പിഴവ് തിരിച്ചറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ പലരും അഭിമുഖത്തിൽ പങ്കെടുക്കുമായിരുന്നു. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 928 പേരിൽ 726 പേരും പരീക്ഷ പാസ്സായി. ഇത് അസ്വാഭാവികമാണ്. ഈ 78% വിജയമാണ് സംശയമുണ്ടാക്കിയത്. ഇത് കണ്ടെത്തിയ ഉദ്യോഗാർത്ഥികളാണ് പിഴവും കണ്ടെത്തിയത്. PSCയുടെ ഭാഗത്തുണ്ടായ വലിയ വീഴ്ചയാണിത്. പട്ടിക അപ്ലോഡ് ചെയ്തപ്പോൾ സംഭവിച്ച ക്ലറിക്കൽ പിഴവാണെന്നും PSCയുടെ വക വിശദീകരണവും വന്നു. പിഴവ് മനസ്സിലാക്കിയ ഉടൻ പിൻവലിച്ചുവെന്നും തിരുത്തിയെന്നും ശേഷം പുനഃപ്രസിദ്ധീകരിക്കുമെന്നും PSC അറിയിക്കുന്നു. കടുപ്പമേറിയ പരീക്ഷ സാധാരണഗതിയിൽ പകുതി പേപ്പർ പോലും പാസ്സാകാറില്ല. കായിക പരീക്ഷയിൽ പങ്കെടുക്കാനെത്തുന്ന ഒട്ടേറെ പേർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വിശദ പരിശോധനയിൽ വ്യക്തവുമായി. 2 വിഭാഗങ്ങളിലെ നിയമനത്തിന് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്തു പരീക്ഷ പാസ്സായാൽ 2 ലിസ്റ്റിലും ഉൾപ്പെടും. ഇവർ ഒറ്റ കായിക പരീക്ഷയിൽ പങ്കെടുത്താൽ മതി. ഇവരിൽ ചിലർ 2 പട്ടികയിലും വരുന്നതിന് പകരം ഒരു പട്ടികയിൽ മാത്രമേ ഉൾപ്പെടുകയുള്ളൂ. ഈ പൊരുത്തക്കേടും ലിസ്റ്റിലെ പിഴവിന് തെളിവായി. കായിക പരീക്ഷയിൽ പങ്കെടുക്കാതെ തന്നെ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ രജിസ്റ്റർ നമ്പറുകൾ അടക്കം ചൂണ്ടിക്കാട്ടി ഉദ്യോഗാർത്ഥികൾ പരാതി നൽകിയതിന് പിന്നാലെയാണ് PSC പട്ടിക പിൻവലിച്ചത്. സമാന പക്ഷം മറ്റു പട്ടികയിലും സംഭവിച്ചിട്ടുണ്ടോ എന്നും PSC സൂക്ഷ്മ പരിശോധന നടത്തി വരികയാണ്. തീർത്തും യാദൃച്ഛികമായിട്ടാണ് ഈ പിഴവ് കണ്ടെത്തിയത്. അല്ലാത്ത പക്ഷം പട്ടികയിലുള്ളവർക്കെല്ലാം അഭിമുഖത്തിൽ പങ്കെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ അട്ടിമറിക്കുള്ള സാധ്യതയും ഇതിന് പിന്നിലുണ്ട്. പിന്നിൽ മാത്രമല്ല, ഇതിന് മുന്നിലും ശക്തമായ കൈകളുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.